വയറ്റിൻ മക്കളെ, അങ്ങനെ മോനെ, അങ്ങനെ വലുത്. അമ്പു, കണ്ണ, രണ്ടുപേരും കൂടെ ഇവനെ കളിപ്പിക്കും. ശരിയമ്മ. കണ്ണ, എത്ര നാൾ ഞാനിങ്ങനെ അടച്ചു കിടക്കും? എനിക്ക് കൊതിയാകുന്നു ഈ കോട്ടമതിലുകൾ ചാടിക്കിടന്ന് എല്ലാം ഒന്ന് കാണാൻ. അതിനുള്ള കാലം വരട്ടെ. മോളെ ഉണ്ണിമാകൂ. എന്താണമ്മേ? എത്ര നേരമായി തേന്നമ്മാവൻ എന്നെ കാണാൻ കാത്തിരിക്കുന്നു. കുഴപ്പമില്ലേ? ഉണ്ണിമാവ് നട്ടതും മുളച്ചതും പൂത്തതും ഒപ്പമായോ? അനന്തരവളുടെ തീറ്റയും വളർച്ചയും തേനന്റെ തന്നെ. പുലർച്ചയ്ക്ക് നറുതയ്യ് നാഴി, പശുവും പാല് അഞ്ഞാഴി. അവൾക്ക് താലി ചാർത്താനെത്തുന്ന പടക്കുറിപ്പിനെ പാട്ടിൽ നിർത്താൻ മെയ്യും മനസ്സും ഇനിയും വളർന്നോട്ടെ. എടാ, നമുക്കിവിടുന്ന് രക്ഷപ്പെടണമല്ലോ. എന്താ മാർഗം? നിനക്ക് കാട്ടിൽ പോകണ്ടേ? നിനക്ക് ഈ കോട്ട മുതൽ ചാടിക്കിടക്കാം, ഞാൻ ചാടിക്കിടക്കാം. അമ്മേ, 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 ഞാൻ പുറത്തേക്ക് പോയിട്ട് വരട്ടെ. അമ്മ എന്നെ പുറത്തേക്ക് വിടുകയില്ലെന്നാണ്. അമ്പു, നിനക്ക് ഊണില്ല, ഉറക്കമില്ല, ഉരിയാടലില്ല. പുറത്തേക്ക് പോകണമെന്നുള്ള ഒരേ ഒരു വിചാരം മാത്രം. ഈ വാശി വേണ്ട മോനെ. എന്തൊരു കഷ്ടമാണിത്. അമ്മ എന്ന് വിളിക്കാൻ നാ ഉയരമില്ല. ആരോടാണ് ഇതൊക്കെ എന്നറിഞ്ഞാൽ അത് എനിക്കും നിനക്കും നന്ന്. തെക്കുംപാട്ടുകോട്ടയിലെ കുഞ്ഞിയമ്മയോടാണ്, എന്റെ പെറ്റമ്മയോടാണ്. ഏറെപ്പോണ നിന്റെ താളവും തകൃതിയും. നിന്നെ താരാട്ടി വളർത്തിയത് ഈ കൈയാണേൽ നിന്നെ തട്ടി മാറ്റാനും ഞാൻ മതി. ഓർമ്മയിരിക്കട്ടെ. ഈ കോട്ടവാതിൽ ചവിട്ടി നൂർത്തി ഞാൻ പുറത്തു കിടക്കും. അമ്പോ, ഇത് ഓലത്തട്ടിയല്ല, ഉരുക്കുവാതിലാണ്. ഉരുക്കുവാതിൽ എനിക്ക് ഉണ്ണിപ്പിണ്ടിയാണ്. അമ്മേ, അമ്മയ്ക്ക് എന്നോടൊന്നും പറയാനില്ലേ? അമ്മ എന്നിൽ നിന്നും ഒന്നും മറച്ചു വെച്ചിട്ടില്ലേ? എത്ര കുറി ഞാൻ ചോദിക്കണം? എന്നെ കൈക്കറാവാക്കി നാണം കെടുത്താനാണോ ഒരുക്കം? പറയണമ്മേ, എന്റെ അച്ഛനാരെ പറയും. പറയാൻ മോനെ, തെല്ലുനാൾ കൂടി ചെല്ലട്ടെ. മോൻ പ്രായമെത്തി പതറാതാവുന്നേരം ഈ അമ്മ എല്ലാം പറയും. തെക്കും പാട്ട് പെൺപിറവി പേടിത്തൊണ്ടിയാണെന്ന് അറിഞ്ഞില്ല. എങ്ങ് പിറന്നാലും പെണ്ണ് പെണ്ണ് തന്നെ. പെണ്ണായി പോയത് കൊണ്ടല്ല, പെറ്റമ്മ ആയതുകൊണ്ടാണ്. എന്നെ ഈ കോട്ടയ്ക്കകത്ത് ഇങ്ങനെ അടച്ചിട്ട് വളർത്തുന്നത് എന്തിനെന്നറിഞ്ഞു? വടക്കമ്പാട്ട് ഒരു ചന്തൂട്ടീനെ പേടിച്ച്. അത് തന്നെ പോരായ്മന്റെ ഒരു നാണം കെട്ട കഥയല്ലേ അമ്മേ? പകരം പോക്കാൻ ഇനിയും സമയം വേണമത്രേ. എല്ലാം കണ്ടും കൊണ്ട് മിണ്ടാതിരിക്കണമത്രേ. ഓ, ഒടുങ്ങാത്ത കാത്തിരിപ്പ്. അമ്മേ, എന്തിനെനിക്ക് ജന്മം തന്നു? ആണായി കാണാനോ അതോ ആണും പെണ്ണും കെട്ടവനായി കാണാനോ? അമ്മേ, എന്തുകൊണ്ട് ഈറ്റില്ലെത്ത് വെച്ചെന്റെ കൊന്നില്ലമ്മേ? അമ്മേ, പറയണമ്മേ, പറയും. എന്റെ അച്ഛൻ ആരാണ്? പറയണമ്മേ, പറയും. ഇല്ലേ, കളരി പരമ്പര ദൈവങ്ങളാണ്. ഈ ഊന്നി കൊണ്ട് എന്റെ തലയറിഞ്ഞ് ഞാൻ താഴത്തിടും. അമ്മ എല്ലാം പറയാം. ഇന്നേക്ക് 2-ാം നാൾ ലോകനാർ കാവിൽ കൊടിയേറ്റമാണ്. അന്ന് ഈ കോട്ടയ്ക്ക് പുറത്തു പോകാനുള്ള അനുവാദം അമ്മ തരും. പിറ്റേന്ന് പെരുമീൻ പൊങ്ങും മുമ്പേ എന്റെ മോൻ തൊഴുത് തിരിച്ചെത്തണം. ആരാണെന്നും എവിടുന്നാണെന്നും ആരോടും പറയരുത്. അന്ന് തൊട്ട് എണ്ണി 14-ാം പക്കം എന്റെ മോന്റെ പിറന്നാളാണ്. അന്ന് കാവിലമ്മ സാക്ഷിയായി എല്ലാം സത്യമായി തെളിയിക്കാം. അമ്മേ, അമ്മേ,
അമ്മേ, എതിർന്ന വരമ്പിലും നല്ലത് താണ വഴിയാണ്. മനസ്സിലാക്കണം. കണ്ട വേണ്ടാ ദിനങ്ങൾക്ക് മനസ്സ് മാത്രമല്ല മുഖവും കൊടുക്കരുത്. ഇല്ല, എന്നാണ് ഈ പാദങ്ങളാണ് അമ്മ പറയുമ്പടി കേൾക്കും. വലിയച്ഛന്റെ ഉടവാളാണ്. 14 അംഗം വെട്ടി ജയിച്ച് തെക്കുംപാട്ട് കോട്ടയുടെ മാനവും മഹിമയും മുടിചൂടിച്ച ഉടവാളാണ്. ഇതാകട്ടെ എന്റെ മോനൊരു രക്ഷാകവചം. ഈ വാളില്ലാതെ നിന്നെ കാണാൻ ഈ അമ്മയ്ക്ക് ഒരിക്കലും ഇടവരരുത്. എന്റെ കാവിലമ്മേ, നാദപുരം ക്ഷേത്രത്തില് സദ്യ ബഹുവിശേഷായി. ഒരു ഗന്ധർവൻ വന്നുണ്ട്. ഓടിക്കോ, ഓടിക്കോളൂ. ചാമുണ്ടിക്കാവിലെ ശിവ, ഈ ബ്രാഹ്മണന്റെ ചെറുപ്പത്തില് ഇങ്ങനെ ഞങ്ങൾ നാദപുരത്തേക്ക് പോവുകയാണ്. ഇന്നവിടെ ആറാട്ടാണ്. നാദപുരത്ത് പോണു. നാദപുരത്ത് സദ്യ ബഹുവിശേഷ തൊട്ട് സത്യം ചെയ്യാം. ചോദിച്ചോട്ടെ, ഗന്ധർവൻ തന്നെയാണോ? കൊട ഞങ്ങൾക്ക് കൂടിയേ തീരൂ. കൊട വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വെയിലത്ത് നടന്നോളാം. ലോകനാർക്കാവിലേക്കുള്ള വഴി ഏതാണ്? അവിടെ കൊടി കയറണു. ആ കാണുന്ന നിരത്തിക്കൂടെ കിഴക്കോട്ടൊക്കെ നടന്നാ മതി. അവിടെ ചെല്ലാം. ആല് കാണാം. കിഴക്കോട്ട് എന്നിട്ട് നേരെ വടക്കോട്ട് തിരിഞ്ഞോളൂ. എവിടെ? വടക്കോട്ട് ചെല്ലുമ്പം യാമണ്ണൂർ കാട് കാണാം. അതിന്റെ സ്വല്പം തെക്കോട്ട് ചെല്ലുമ്പം പുതുക്കാട്ട് വനം കാണാം. അവിടുന്ന് ഈ വടക്കോട്ട് കിഴക്കോട്ട് മാറിക്കോളൂ. എപ്പോ കുട്ടോത്ത് കാവിലെത്തും. ക്ഷേത്ര സന്നിധിയായി പൊയ്ക്കോളൂ. എടാ ഗന്ധർവാ, നീ ഒരു പോക്ക് പോകാൻ കൊടയും കൊണ്ട് പോയോ?